നിങ്ങൾക്കറിയാം, യാക്കോബിനെ ദൈവം ഒന്ന് തൊട്ടു അല്ലേ? തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ പൂർണ്ണമായിട്ട് സൗഖ്യമായോ? അല്ല, അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയെന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ? ദൈവം ഒരുവനെ തൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വീക്ക്നെസ് പെട്ടെന്ന് സംഭവിക്കുകയാണ്. എന്നാൽ അതവൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ പറയപ്പെട്ട ചിലപ്പോൾ ദൈവികമായ ചില സ്പർശനങ്ങൾ, ഇടപെടലുകൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു വേദന, ഒരു ഭാരം, അല്പം ബുദ്ധിമുട്ട് ഒക്കെയായി തോന്നാം. എന്നാൽ പിന്നത്തേതിൽ അത് നിങ്ങൾക്ക് വലിയ നന്മയ്ക്ക് ദൈവം കാരണമായി തീരും. നോക്കണമേ, ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനത് അറിഞ്ഞില്ല, ഇപ്പോൾ ഞാനത് ഫീൽ ചെയ്യുന്നു. ഐ ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ്. എനിക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ എൻകൗണ്ടറിൻ്റെ ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, അതെ യാക്കോബേ, നീ ഇനി നിൻ്റെ ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടത്തില്ല. നിൻ്റെ ഈ നടപ്പെന്ന് മാറ്റാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഒന്ന് തൊട്ടത്. ഇനി നിൻ്റെ നടപ്പ് പുതിയൊരു വഴിയിലായിരിക്കും, പുതിയൊരു റെലം നീ അനുഭവിക്കും. അത് നീ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിന്നെ വ്യത്യസ്തനാക്കും. യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാനിതാ സംഭവിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ, ഉപായത്തിൽ നിന്ന് ദൈവിക മകൻ എന്ന പദവിയിലേക്ക്, ദൈവത്തിൻ്റെ സന്തതി എന്ന അവകാശത്തിലേക്ക് ഞാൻ നിൻ്റെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമ ഭക്തനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പഴയ താളുകളെ ദൈവം മാറ്റി എഴുതിയിട്ട് ഒരു പുതിയ അധ്യായം കുറിച്ച് അവനെ ഒരു പുതിയ അവകാശത്തിലേക്ക് അവനെ കരം പിടിച്ച് നടത്തിയെങ്കിൽ, ഇഫ് യു ബിലീവ് ദാറ്റ്, നീ അത് വിശ്വസിക്കുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നലകളെക്കാൾ കൂടുതലായി ഇന്ന് ഒരു പുതിയ ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതുപോലെ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു.